പേട്രിയറ്റ് എന്ന സിനിമ റിലീസാകുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് വലിയൊരു തെറ്റിദ്ധാരണ നിലനിന്നിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവരുടെ പേരുകൾ കേട്ടപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് ഒരു വലിയ ആഘോഷമാണ്. സൂപ്പർ താരങ്ങളെയൊക്കെ മുൻനിർത്തിയുള്ള ഒരു ദൃശ്യവിരുന്ന്, അല്ലെങ്കിൽ തമിഴിലോ തെലുങ്കിലോ കാണാൻ കഴിയുന്ന ഫാൻസിന് ആവേശമുണ്ടാക്കാൻ വേണ്ടി മാത്രം തുന്നിച്ചേർത്ത സീനുകളുള്ള ഒരു സിനിമ. പക്ഷേ സംവിധായകൻ മഹേഷ് നാരായണൻ ഒരുക്കാൻ ആഗ്രഹിച്ചത് അത്തരമൊരു സിനിമയല്ല. അവിടെയാണ് ഈ ചിത്രം കൂടുതൽ പവർഫുൾ ആകുന്നത്. അത് പ്രേക്ഷകരോട് കാണിച്ച വലിയൊരു ധീരത കൂടിയാണെന്ന് പറയാതെ വയ്യ. പേട്രിയറ്റ് എന്ന ചിത്രം ഈ വലിയ താരങ്ങളെ കണ്ടത് സ്റ്റാറുകളായിട്ടല്ല, മറിച്ച് നല്ല നടന്മാരായിട്ടാണ്. അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഈ സിനിമ ഒരു താരത്തിന്റെ ഇമേജ് നിലനിർത്താൻ വേണ്ടി തിരക്കഥയിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. തിയേറ്ററിൽ കയ്യടി കിട്ടാൻ വേണ്ടി സിനിമ എവിടെയും തങ്ങി നിൽക്കുന്നതായും തോന്നിയിട്ടില്ല. വിസിലുകൾക്ക് വേണ്ടി മാത്രം പ്രത്യേക ഷോട്ടുകളും ഇതിലില്ല. മോഹൻലാലിനെ പോലുള്ള ഒരാളെ ഒരു അതിഥി വേഷത്തിൽ കിട്ടുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റാൻ ആർക്കും തോന്നും. പക്ഷേ പേട്രിയറ്റിൽ വളരെ അച്ചടക്കത്തോടെയാണ് ഇദ്ദേഹത്തെ റഹീമിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പടത്തിന് ഹൈപ്പ് കൊടുക്കാൻ വേണ്ടി മോഹൻലാൽ എന്ന നടനെ പേര് ചേർക്കേണ്ടെന്ന കാര്യം ഈ കഥയ്ക്കില്ലെന്ന് മാത്രമല്ല, ആ കഥാപാത്രത്തിന്റെ ഗാംഭീര്യം ഒരു നല്ല നടനിലൂടെ പകർന്നു കൊടുക്കുക എന്നത് ആ കഥയ്ക്ക് അത്രമേൽ ആവശ്യമുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞ, വിപണി ലക്ഷ്യം വെച്ചല്ല, സിനിമയുടെ ഗുണത്തിനു വേണ്ടിയാണ് അദ്ദേഹം അവിടെയുള്ളത്. ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി സിനിമയുടെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാനും. താരങ്ങളുടെ മൂല്യം കഥയെ നിയന്ത്രിക്കുന്ന ഈ കാലത്ത് പേട്രിയറ്റ് ആ രീതിയെ മാറ്റുകയാണ്. ഇവിടെ കഥയാണ് മറ്റെല്ലാത്തിനെയും തീരുമാനിക്കുന്നത്. ഒരുപക്ഷെ സാങ്കേതികമായി ഇത്രയും കൃത്യതയുള്ള ഒരു മലയാള സിനിമ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. ഓരോ ഫ്രെയിമും ശബ്ദത്തിന്റെ ഓരോ പാളികളും അത്രമേൽ ശ്രദ്ധയോടെയാണ് ഒരുക്കിയിരിക്കുന്നത്. അനാവശ്യമായ ബഹളങ്ങളേ ഇല്ല. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞാലും ആ ഫ്രെയിമുകൾ മനസ്സിൽ തന്നെ നിൽക്കും. അമിതമായ ആവേശങ്ങളില്ലാത്ത കൃത്യതയാണ് ഈ സിനിമയുടെ കരുത്ത്. ആ കൃത്യത തന്നെയാണ് ഓരോരുത്തരുടെയും പ്രകടനത്തെയും മികച്ചതാക്കുന്നത്. മമ്മൂട്ടി അങ്ങേയറ്റം സ്വാഭാവികമായും എന്നാൽ കരുത്തോടെയും സിനിമയെ നയിക്കുന്നു. ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും തങ്ങൾ മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണമെന്ന വാശിയില്ലാതെ കഥാപാത്രങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആരും സ്ക്രീനിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുമില്ല. അവർ ആ കഥയ്ക്കുള്ളിൽ ജീവിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും നന്നായി വർക്കാകുന്നത്. ശരിക്കും പേട്രിയറ്റിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ആരാണ് ഇതിൽ അഭിനയിച്ചത് എന്നതിനെ കുറിച്ചല്ല, ഈ താരങ്ങളെ വെച്ച് സിനിമ എന്തൊക്കെ ചെയ്യാതിരുന്നു എന്നതിനെ കുറിച്ചാണ്. കാരണം നടന്മാരെ വെറും കാഴ്ചവസ്തുക്കളാക്കി മാറ്റാൻ ഈ സിനിമ വിസമ്മതിച്ചു. പ്രേക്ഷകർ എന്ന നിലയിൽ നമ്മളും മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മലയാള സിനിമ എപ്പോഴും അറിയപ്പെട്ടിരുന്നത് ഇവിടുത്തെ നടന്മാരുടെ പേരിലായിരുന്നു. പക്ഷെ എപ്പോഴോ നമ്മളും പടത്തിന്റെ വലിപ്പത്തിനും താരങ്ങളുടെ സാന്നിധ്യത്തിനും കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങി. ആ ഒരു രീതിയെ പേട്രിയറ്റ് തിരുത്തുന്നുണ്ട്. സ്ക്രീനിൽ ആരാണുള്ളത് എന്നതിനേക്കാൾ ഉപരിയായി അവിടെ എന്താണ് നടക്കുന്നതെന്ന് ശ്രദ്ധിക്കാൻ അത് നമ്മോട് ആവശ്യപ്പെടുകയാണ്. അത്തരമൊരു സമീപനം ഹോളിവുഡ് പോലെയുള്ള വലിയ പാരമ്പര്യത്തിന്റെ മാത്രം കാണികൾക്ക് അവകാശപ്പെട്ടതായിരുന്നു. അത് മലയാളത്തിൽ പരീക്ഷിക്കുന്നത് സിനിമയുടെ പിന്നിലും മുന്നിലും പ്രവർത്തിച്ചവർ നമുക്ക് നൽകുന്ന ബഹുമാനം തന്നെയല്ലേ. വരും ദിവസങ്ങളിലും ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് ആ വലിയ പേരുകൾ കണ്ടിട്ടല്ല, സിനിമ അതിന്റെ രീതിയിൽ കാണാൻ പ്രേക്ഷകർ തയ്യാറാകുന്നത് കൊണ്ട് തന്നെയാകും. അന്ന് പേട്രിയറ്റ് ഒരു തെറ്റിയ പ്രതീക്ഷയായി ആർക്കും തോന്നില്ല, മറിച്ച് സിനിമയിൽ ഉണ്ടാകേണ്ട ശരിയായ ഒരു തിരുത്തലായി അത് അനുഭവപ്പെടും. സിനിമയുടെ ഗൗരവം ഒരു വശത്ത് എങ്കിലും ഡാനിയലിന്റെ എയർക്രാഫ്റ്റ് ഫൈറ്റും റഹീമിന്റെ ലിഫ്റ്റ് സീനും നൽകുന്ന അഡ്രിനാൽ റഷ് വേറെ തന്നെയാണ്. ആ നിമിഷങ്ങൾ വീണ്ടും തിയേറ്ററിൽ അനുഭവിച്ചറിയണം. കാരണം ഫാൻ എന്ന വികാരം അണ പൊട്ടുന്നത് പിടിച്ചു നിർത്തുക എന്നത് എനിക്കെന്നല്ല, ആർക്കും അസാധ്യമാണ്.